പിന്നെ മറ്റൊരു ശ്രദ്ധേയമായ വാർത്ത, ബ്രൂണോ ഫെർണാണ്ടസ് അൽ ഹിലാലിന്റെ വമ്പൻ ഓഫർ നിരസിച്ചു എന്നുള്ളതാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകരെല്ലാം കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ സജീവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിരുന്നു ബ്രൂണോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ട് അൽ ഹിലാലിലേക്ക് പോകുമോ എന്നുള്ളത്. വലിയൊരു ഓഫറാണ് ബ്രൂണോ നിരസിച്ചിരിക്കുന്നത്. ഫാബ്രീസിയോ റൊമാനോ ഉൾപ്പെടെയുള്ള ട്രാൻസ്ഫർ വിദഗ്ധരെല്ലാം ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ ബ്രൂണോയ്ക്ക് ലഭിക്കുന്ന സാലറിയേക്കാൾ 3 ഇരട്ടി ഒക്കെയാണ് അൽ ഹിലാൽ വാഗ്ദാനം ചെയ്തിരുന്നത്. അവർ വലിയ ഓഫറുകളൊക്കെയാണ് മുന്നോട്ട് വെച്ചിരുന്നത്. അതുമാത്രമല്ല, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ട്രാൻസ്ഫർ ഫീ ആയിട്ട് വലിയൊരു തുക ലഭിക്കാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ബ്രൂണോ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. യൂറോപ്പിലെ ടോപ്പ് ലെവലിൽ തന്നെ കളി തുടരാനാണ് ബ്രൂണോ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇനിയിപ്പം ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തന്നെ തുടരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. പിന്നെ റൂബൻ അമോറിമിനും ബ്രൂണോ ഫെർണാണ്ടസിന്റെ സാന്നിധ്യം അടുത്ത സീസണിൽ ഗുണം ചെയ്യുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത്. കാരണം ഒരു ട്രാൻസിഷണൽ ഫേസിലേക്കാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മെന്റർ എന്നുള്ള രീതിയിൽ, അവരുടെ നിലവിലെ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ, ഇത്രയും കാലം വളരെ ലോയലായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് കളിച്ച ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ ബ്രൂണോയുടെ ഒരു സാന്നിധ്യം യുണൈറ്റഡിന് അത്യാവശ്യമായിരിക്കുമെന്നുള്ള ഒരു നിഗമനം വളരെ സജീവമായിട്ടുണ്ട്.